നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പം എന്താണ്. ഓക്കെ, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 ഓഫ് വാൻഡ്സ്, ഓക്കെ, 6 ഓഫ് വാൻഡ്സ്, ശരി, 2 ഓഫ് കപ്സ്, 10 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ലവേഴ്സ്. തടസ്സങ്ങൾ കൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ് പ്രസൻറ്റ് കേട്ടോ. ഫാമിലിയുടെ പ്രസൻസ് കാണുന്നു, 2 തരം ഫാമിലിയുടെയും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു വിഭാഗം ആൾക്കാർ അവരുടെ സ്പൗസ്, കുട്ടികൾ എന്ന് പറഞ്ഞ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ കൂടെയാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അത് പാരലൽ റിലേഷൻഷിപ്പായിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, അവിടെ 2 വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പരസ്പര സ്നേഹം കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ. ഓക്കെ, നിങ്ങൾ 2 പേരും തന്നെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പരസ്പരം പ്രവർത്തിക്കാറുണ്ട്. ഡിവൈൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ തീർത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിൽ അപേക്ഷിക്കാറുണ്ട് എന്നും കാണുന്നു. പക്ഷേ ആ തടസ്സങ്ങളിൽപ്പെട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക തന്നെയാണ്. രണ്ടാമത് ഒരു വിഭാഗം ആൾക്കാർ പാരൻ്റൽ പ്രഷർ കൊണ്ട് വിവാഹം നടക്കാൻ കഴിയാതെ സംശയിച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. പലർക്കും ലോങ് ഡിസ്റ്റൻസും ഉണ്ട് എന്നും കാണുന്നുണ്ട്. പാരൻ്റൽ പ്രഷർ തരണം ചെയ്യാൻ വേണ്ടിയിട്ടും ഡിവൈൻ്റെ ഹെൽപ്പ് തേടുന്നതായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ 2 പേരും തമ്മിൽ വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആണ് എന്ന് കാണുന്നു. പരസ്പര സ്നേഹം തന്നെയാണ് അവിടെ കാണുന്നത്. പരസ്പരമുള്ള പ്രാർത്ഥന, കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. പ്രൊട്ടക്റ്റീവ്നെസ് ഉണ്ട്. ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് കാണുന്നു. ആർക്കാണോ ഈ തടസ്സം ഫീൽ ചെയ്യുന്നത് അവർ മറ്റേ ആളോട് മനസ്സുകൊണ്ട് പല സമയത്തും ക്ഷമിക്കുക എന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം അവരും നിസ്സഹായാവസ്ഥയിലാണ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷമേ മുന്നോട്ട് വരാൻ പറ്റൂ. പൂർണ്ണമായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് എന്നാണ് കാണുന്നത് കേട്ടോ. വളരെയധികം സ്നേഹമാണ് നിങ്ങളുടെ, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് നിങ്ങൾക്ക് 2 പേർക്കും തന്നെ തോന്നാറുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ തന്നെയാണ്. പരസ്പരം മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, കോൾ ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് 2 പേരും തന്നെ എന്നും കാണുന്നു. പരസ്പരം നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 2 പേരും ഒരുമിച്ച് വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹ സബലീകരണമായിരിക്കും എന്ന് നിങ്ങൾ 2 പേരും തന്നെ കരുതുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അറ്റ് പ്രസൻറ്റ് വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്, തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും. ഓക്കെ.